ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബീൻ സ്പ്രൗട്ട്സും അതായത് പയർ മുളപ്പിച്ചതും ടോഫുവും കൂടി ചേർത്ത് ഒരു സ്റ്റിർ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി 454 ഗ്രാം ടോഫുവും 340 ഗ്രാം ബീൻ സ്പ്രൗട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒനിയൻ 1/2 കപ്പ്, വറ്റൽമുളക് ഇടിച്ചത് 1 ടീസ്പൂൺ, ഗാർലിക്ക് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഒനിയൻ 3 എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ഗാർലിക്കിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. ബാക്കി സ്പ്രിംഗ് ഒനിയൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2, സോയ സോസ് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇനി ടോഫു എടുത്ത് അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. ഒരു വൃത്തിയുള്ള ടവലെടുത്തിട്ട് ടോഫു പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. ടോഫു വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ ഫേം ടോഫു തന്നെ നോക്കി വാങ്ങിക്കണം. ബീൻ സ്പ്രൗട്ട്സ് ഒടിഞ്ഞു പോകാതെ പതുക്കെ കഴുകി അതിലെ വെള്ളം പോകാൻ വേണ്ടി ഒരു ഡ്രെയിനറിൽ ആക്കി മാറ്റി വയ്ക്കാം. ഇനി പൊതിഞ്ഞു വെച്ചിരുന്ന ടോഫു എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്നും കൂടി ഡ്രൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പൊടിഞ്ഞു പോവാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുപ്പത്തേക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ടോഫു ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ടോഫു പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ടോഫു റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് ഇളക്കുക. പിന്നെ ഒനിയനും പച്ചമുളകും മുളക് ഇടിച്ചതും ചേർത്ത് മൂപ്പിക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബീൻ സ്പ്രൗട്ട്സ് ചേർത്ത് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ടോഫു കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയ സോസും കൂടി ചേർത്ത് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വേവിച്ചാൽ വെള്ളം ഇറങ്ങി വരും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ടോഫു വിത്ത് ബീൻ സ്പ്രൗട്ട്സ് സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.